നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പുനലൂർ ചെങ്കോട്ട റെയിൽവേ ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 5 പുറമ്പോക്ക് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ റെയിൽവേ സംഘമെത്തി. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അവരെ തടഞ്ഞു. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് പിന്നെ തല ചായ്ക്കാൻ വേറെ ഇടമില്ല. അത് പക്ഷേ സർക്കാരോ പഞ്ചായത്തോ ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് എന്നാണ് റെയിൽവേയുടെ വാദം. അത് ശരിയുമാണ്. പക്ഷേ ഇത്തരം ശരികളെ പരിഗണിക്കാതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് രാഷ്ട്രീയക്കാർ. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല. കുടിയൊഴിപ്പിക്കാനെത്തുന്ന റെയിൽവേ സംഘത്തിന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ ഉറച്ച് മണ്ണെണ്ണയുമായും ചിലരെത്തി. കൊച്ചിനെ കെട്ടിച്ചുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ തന്നെ മരിച്ചു. അത് ഒരു മനുഷ്യൻ്റെ ഒരു വട്ടേ മരിക്കും, ഒരടക്കം നടക്കും. മൂന്നാമത്തെ തൊട്ടോ സാറേ ഏതാണ്ട് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. മൂന്നാമത്തെ തൊട്ടേ പ്രാവശ്യം അടക്കേക്കുന്നത് ആദ്യം അടക്കേക്കുന്നത് നിർത്തുന്നു. അതിനെ ഇന്ന് സാർ എനിക്കൊന്നും സംസാരിക്കാനൊന്നും സമയം തന്നെ. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും കെട്ടാൻ വരുന്നവർക്ക് എൻ്റെ മുഖം അത് വിറ്റ് വേണം എനിക്ക് കെട്ടിക്കാൻ. എനിക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ കൂരയ്ക്കകത്ത് പിന്നെ ഓല കെട്ടിയതിനകത്ത് കവർ മറ്റിയിട്ട് കിടക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും വന്നാൽ ആ 3 സെന്റ് കൊടുത്ത് വേണം എൻ്റെ കുഞ്ഞിനെ കെട്ടിക്കാൻ. അതുകൊണ്ട് എനിക്കത് അവിടെ കിടക്കുന്ന കാര്യം ഞാൻ പറയുന്നത് താമസിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള 3 സെന്റ് വസ്തു വിറ്റ് മകളെ കെട്ടിക്കണം. അതുവരെ എങ്ങനെയെങ്കിലും റെയിൽവേ പുറമ്പോക്കിൽ ഒടിച്ചുകുത്തിയ കുടിലിൽ കഴിയണം. നേരത്തെ മരിച്ച ഭർത്താവിന്റെ മൃതദേഹം 2 തവണ റെയിൽവേ പുറമ്പോക്കിൽ നിന്ന് മാന്തിയെടുക്കേണ്ടി വന്നു. ഇത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് റിയൽ എസ്റ്റേറ്റ് കോടീശ്വരന്മാർ ധാരാളമുള്ള ഇവിടെ ഒരു വെറും സാധാരണക്കാരിയുടെ സങ്കടമാണ്. എന്റെ ആ കൊച്ചിനെ കെട്ടിച്ചുണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ തന്നെ മരിച്ചു. അത് ഒരു മനുഷ്യന്റെ ഒരു വട്ടേ മരിക്കും, ഒരടക്കം നടക്കും. മൂന്നാമത്തെ തൊട്ടോ സാറേ ഏതാണ്ട് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. മൂന്നാമത്തെ തൊട്ടേ പ്രാവശ്യം അടക്കേക്കുന്നത് ആദ്യം അടക്കേക്കുന്നത് നിർത്തുന്നു. അതിനെ ഇന്ന് സാർ എനിക്കൊന്നും സംസാരിക്കാനൊന്നും സമയം തന്നെ. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. ഇവിടെ ജനാധിപത്യമുണ്ട്. വികസനത്തിന് വേണ്ടി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ ഒഴിഞ്ഞു പോകുന്നവർക്ക് തല ചായ്ക്കാൻ കൂര വേണം. അത് കിട്ടാനാണ് ജനാധിപത്യം. ആ ബോധ്യം റെയിൽവേക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുടിയൊഴിപ്പിക്കലിന് മുമ്പ്, വളരെ മുമ്പ് MP മുതൽ പഞ്ചായത്ത് അംഗങ്ങൾ വരെയുള്ള ജനപ്രതിനിധികളെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി. പുനരധിവാസത്തിന് സമയം നൽകി. ഒഴിഞ്ഞു പോകേണ്ടുന്ന ദിവസം അറിയിച്ചു. അപ്പോഴെല്ലാം തലകുലുക്കി സമ്മതം മൂളിയ ജനപ്രതിനിധികൾ പിന്നീട് ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞു. ഒടുവിൽ റെയിൽവേ സംഘം ഒഴിപ്പിക്കാനെത്തിയപ്പോൾ മുണ്ടും മടക്കി കുത്തി ആളാവാനിറങ്ങി. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് റെയിൽവേ ആണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഒഴിപ്പിക്കുന്നത് 50 വർഷക്കാലമായിട്ട് ഇവിടെ ഇന്നലെ ഒന്നും വന്ന ആളുകളല്ല. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെ ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് ഒഴിപ്പിക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കണോ വേണ്ടായോ? വേണോ വേണ്ടായോ? അല്ല വേണോ വേണ്ടേ? സാർ മാർഗമില്ല. അവർ കിടക്കുന്ന വീട് കണ്ടില്ലേ സാർ? അതാ അവർ കിടക്കുന്ന വീട്. അന്നൊന്നും അഷ്ടിക്ക് വകയില്ലാത്തവർ സാർ നിങ്ങൾ 6 മാസം മുമ്പ് നോട്ടീസ് എന്താ അവർ ഒഴിഞ്ഞു പോകാനെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ട് കയറി പോകുന്ന സ്ഥലം കൂടെ സാർ പറഞ്ഞു. റെയിൽവേ സംഘത്തെ തടഞ്ഞ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും നിലപാടനുസരിച്ച് റെയിൽവേ ആണോ ഇവരുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത്? ഇവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലാണ് രാഷ്ട്രീയം. ഇപ്പോൾ റെയിൽവേ സംഘത്തോട് കാട്ടിയ ഈ വീര്യം സർക്കാരിനോടും പഞ്ചായത്തിനോടുമൊക്കെയാണ് രാഷ്ട്രീയക്കാർ കാട്ടേണ്ടിയിരുന്നത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് റെയിൽവേ ആണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഒഴിപ്പിക്കുന്നത് 50 വർഷക്കാലമായിട്ട് ഇവിടെ ഇന്നലെ ഒന്നും വന്ന ആളുകളല്ല. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെ ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് ഒഴിപ്പിക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കണോ വേണ്ടായോ? വേണോ വേണ്ടായോ? അല്ല വേണോ വേണ്ടേ? സാർ പറ. സാർ പറ. മാർഗമില്ല. അവർ കിടക്കുന്ന വീട് കണ്ടില്ലേ സാർ? അതാ അവർ കിടക്കുന്ന വീട്.
അന്ന് അഷ്ടിക്ക് വകയില്ലാത്തവർ സാർ നിങ്ങൾ 6 മാസം മുമ്പ് നോട്ടീസ് ചെയ്യുന്ന എന്താ അവർ ഒഴിഞ്ഞു പോയെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ട് കയറി പോകുന്ന സ്ഥലം കൂടെ സാറ് പറഞ്ഞു. റെയിൽവേ പോലീസിലെ ഉദ്യോഗസ്ഥനെ കൂട്ടം കൂടി വളഞ്ഞു നിന്ന് ഉത്തരം മുട്ടിക്കാം. പക്ഷേ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനാവില്ല. റെയിൽവേ പുറമ്പോക്കുകാർ 50 വർഷമായി ഇവിടെ താമസിക്കുകയാണെന്നും അവർ അഷ്ടിക്ക് വകയില്ലാത്തവരാണെന്നും പോലീസുകാരനോട് പറഞ്ഞിട്ട് എന്തു കാര്യം? ഒഴിഞ്ഞു പോകാൻ 6 മാസം മുമ്പ് കൊടുത്ത നോട്ടീസ് അനുസരിച്ച് ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഭരണകൂടങ്ങൾ ക്രിയാത്മകമായി എന്തു ചെയ്തു? നമ്മളിപ്പോ പെട്ടെന്ന് പറയാതല്ല ചെയ്യുന്നത്, നമ്മൾ എല്ലാവരെയും അറിയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. പക്ഷെ ഞാൻ ഒരേ ഒരു പോയിന്റ് പറയുന്നത്, ഇന്ന് നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾ നേരത്തെ അവിടെ പോയിട്ട് കളക്ടർ എടുത്തോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പരിഹാരം ഉണ്ടാക്കിയ ശേഷം മാറ്റിയാൽ മതി. നിങ്ങൾ നമ്മൾ ഇത്രയും ആൾക്കാരോട് ആവശ്യമില്ലല്ലോ. പോലീസുകാർക്ക് രാഷ്ട്രീയക്കാരെക്കാൾ വിവരമുണ്ട് എന്നല്ല, രാഷ്ട്രീയക്കാർ മനഃപൂർവ്വം കണ്ണ് അടച്ചു പിടിച്ചിരിക്കുകയാണ്. ജനസേവകൻ എന്ന പ്ലക്കാർഡ് നെഞ്ചത്തുകെട്ടി ചിലരെയൊക്കെ പറ്റിക്കാം. പക്ഷേ പ്രശ്നപരിഹാരത്തിന് താല്പര്യവും ശേഷിയും വേണം. റെയിൽവേ സംഘത്തെ തടയുന്ന സാഹചര്യം ഒഴിവാക്കാൻ വളരെ നേരത്തെ തന്നെ പുറമ്പോക്കുകാരുടെ പുനരധിവാസത്തിന് ക്രിയാത്മകമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കാമായിരുന്നു. അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളെ പ്രക്ഷോഭമുണ്ടാക്കി ഇവിടെ വരുത്തി ഈ പാവങ്ങളുടെ ജീവിതം കാട്ടിക്കൊടുക്കാമായിരുന്നു. ഇവിടെ ഇന്നലെയൊന്നും വന്ന ആളുകളല്ല, കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെ ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് ഒഴിപ്പിക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കണോ വേണ്ടായോ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് റെയിൽവേ ആണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവർ കിടക്കുന്ന വീട് കണ്ടില്ലേ സാർ? അവർ കിടക്കുന്ന വീട് അന്ന് അഷ്ടിക്ക് വകയില്ലാത്തവർ സാർ നിങ്ങൾ 6 മാസം മുമ്പ് നോട്ടീസ് ചെയ്യുന്ന എന്താ അവർ ഒഴിഞ്ഞു പോയെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ട് കയറി പോകുന്ന സ്ഥലം കൂടെ സാറ് പറഞ്ഞു. നിങ്ങൾ ഈ പാവം പിടിച്ചവരെ അറിയിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. പക്ഷെ ഞാൻ ഒരേ ഒരു പോയിന്റ് പറയുന്നത്, ഇന്ന് നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾ നേരത്തെ അവിടെ പോയിട്ട് കളക്ടർ എടുത്തോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പരിഹാരം ഉണ്ടാക്കിയ ശേഷം മാറ്റിയാൽ മതി. നിങ്ങൾ നമ്മൾ ഇത്രയും ആൾക്കാരോട് ആവശ്യമില്ലല്ലോ. ആള് കൂടുന്നിടത്ത് ചുമ്മാ ബഹളം വെക്കലല്ല രാഷ്ട്രീയം എന്ന ഇനിയെങ്കിലും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ പാവങ്ങളുടെ കാര്യത്തിലെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ പാർട്ടിയും തടയലുകാരും അവരുടെ പാർട്ടികളുമൊക്കെ ചുമ്മാ വാഗൊണ്ട് പറയുന്നതിനപ്പുറം ചിലത് ചെയ്യേണ്ടിയിരുന്നു. ഇത് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും കനത്ത പിഴവാണ്. സ്വന്തം പ്രശ്നമല്ല എങ്കിൽ പിന്നെ വരും പോലെ വരട്ടെ എന്ന കാഴ്ചപ്പാടുള്ള ന്യൂ ജനറേഷൻ രാഷ്ട്രീയക്കാർ സ്വയം വെള്ളിമൂങ്ങകളാണോ എന്ന് വിലയിരുത്തേണ്ട കാലമായിരിക്കുന്നു. അടുത്തത് പഞ്ചായത്തിന്റെ ഒഴിവുകഴിവ് രാഷ്ട്രീയമാണ്. അപ്പൊ ഈ 5 കേസിൽ ഒരു സജഷൻ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് 2 ആൾക്ക് വീടിന്റെ ഇതായി, ഒരാൾക്ക് അനുവദിച്ചു, 2 ആൾക്ക് അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നുള്ള. ഇത് നമുക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നത് 3 സെന്റ് വസ്തു മേടിക്കുന്നതിന് 1 ലക്ഷം രൂപ, ജനറൽ ഭാഗത്തിൽ 2 ലക്ഷം രൂപ വീടിനും കൊടുക്കാൻ പറ്റും. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗവൺമെന്റ് ചെയ്യണം എന്ന് 2 കൈയും മലർത്തിപ്പിടിക്കുമ്പോൾ ഓർക്കുക, ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാനാണ് ഈ പുറമ്പോക്കുകാരും വോട്ട് ചെയ്തത്. MLA-യുടെ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയായിട്ടും അദ്ദേഹത്തെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെയെങ്ങും കണ്ടില്ല. നാളുകളായി തുടരുന്ന ഈ പുനരധിവാസ പ്രശ്നത്തിന്റെ നിലവിലെ സ്ഥിതി ഇങ്ങനെ. തെന്മലയിൽ DRM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്നു MPമാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ പറഞ്ഞൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു വെരിഫിക്കേഷൻ, റെയിൽവേയുടെ ഉദ്യോഗസ്ഥരെ വെച്ചൊരു വെരിഫിക്കേഷൻ. അന്ന് DRM പറഞ്ഞാൽ DRM വരത്തില്ല, നിങ്ങൾ ഇവിടെയുള്ള ആരോ ലോക്കലിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു വെരിഫിക്കേഷൻ വരെ നടന്നിട്ടില്ല. മധുരയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി അന്ന് ആ കമ്മിറ്റിയിൽ തീരുമാനമായി. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ 2 പ്രാവശ്യം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇവിടെ തെന്മല ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കും. എന്നാൽ പഞ്ചായത്ത് അധികാരികൾ ഇതിൽ നിന്നും വിമുഖത കാണിച്ചുകൊണ്ട് ഇത് വിട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അവസാനം 5 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കാൻ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒഴിപ്പിക്കേണ്ടവരുടെ 5 പേരുടെയും തീരുമാനത്തിൽ പരിഹാരം ആയി എന്ന തരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും ഇവിടെ താമസിക്കുന്ന ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇവർക്കൊരു പകരം സംവിധാനം പണി തുടങ്ങുന്നതിന് ഇവരെ താമസിക്കുന്ന കാര്യത്തിൽ ഇതൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആയത് സംബന്ധിച്ച് ഈ മാസം 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് തെന്മല പഞ്ചായത്ത് ഹാളിൽ വെച്ച് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും തെന്മലയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും MP MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം ചേർത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇവരെ അടിയന്തരമായി മാറ്റി താമസിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നു. അപ്പോൾ 17-ാം തീയതി പൂർണ്ണമായിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാതെ
ഒഴിപ്പിക്കൽ നടക്കുന്നതല്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മാത്രമേ ഒഴിപ്പിക്കൽ നടക്കൂ. അതല്ലാതെ സമരക്കാർ യാതൊരു കാരണത്തിലും യോജിക്കുന്നതല്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ സമ്മതിക്കാൻ പറ്റത്തുള്ളൂ. സമരക്കാർ പുറമ്പോക്കുകാർ പാവങ്ങളാണ്. അവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവർ ഓർക്കുക, വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ് അവർ പുറമ്പോക്കിൽ കഴിയുന്നത്. അവരെ വോട്ട് ചെയ്യുന്ന ജന്തുക്കളായി മാത്രം കാണരുത്. കൊച്ചിനെ കെട്ടിച്ചുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ തന്ത മരിച്ചു. അത് ഒരു മനുഷ്യൻ്റെ ഒരു വട്ടേ ഭരിക്കും, ഒരടക്കമേ നടക്കൂ. മൂന്നാമത്തെ തൊട്ടോ സാറേ ഏതാണ്ട് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. മൂന്നാമത്തെ തൊട്ടേ പ്രാവശ്യം അടക്കേക്കുന്നത്, ആദ്യം അടക്കേക്കുന്നിടത്തുന്നു. അതിന് ഇന്ന് സാർ എനിക്കൊന്നും സംസാരിക്കാനൊന്നും സമയം തന്നെ. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും കെട്ടാൻ വരുന്നവർക്ക് എൻ്റെ മുഖം അത് വിറ്റ് വേണം എനിക്ക് കെട്ടിക്കാൻ. എനിക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ല. തലചായ്ക്കാൻ ഇടമില്ലാത്ത, അഷ്ടിക്കു വകയില്ലാത്ത മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏതു നാട്ടിലും ഒരുപോലെയാണ്. എന്തുകൊണ്ടാണ് ചിലർക്ക് പണമുള്ളത് കൊട്ടാരമുള്ളത്? എന്തുകൊണ്ടാണ് ചിലർക്ക് പണമില്ലാത്തത് കുടില് പോലും ഇല്ലാത്തത്? എന്തെങ്കിലും പണമില്ലാതെ ഇവിടുത്തെ ജനാധിപത്യം 62 കൊല്ലത്തിന് മേലായിട്ടും ഇവിടുത്തെ പിന്നോക്കക്കാരന്റെ പട്ടികജാതിക്കാരന്റെ പണമില്ല. ഈ നിയമനിർമ്മാണം ഉണ്ടാക്കുന്ന ജനപ്രതിനിധികൾ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് പണം തരുന്നില്ല? ബാക്കിയുള്ളവർക്ക് എങ്ങനെ പണം ഉണ്ടായി? രാജ്യത്തെ സമ്പത്ത് അവർക്ക് എങ്ങനെ ചോദിച്ചു കൊടുക്കുന്നു? നമുക്കെന്തുകൊണ്ട് ചോദിച്ചു തരുന്നില്ല? ഇതെല്ലാം പഠിച്ചാൽ, ഇതിനെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ പലരും വാളെടുത്തു പോകും. നമുക്കൊരു നീതിയും മറ്റുള്ളവർക്ക് വേറൊരു നീതിയും. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതൊരു പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് നീതിക്ക് വേണ്ടി പോരാടേണ്ടി വരുന്നത്? പോരാടി നേടേണ്ടതാണോ നീതി? സാമൂഹിക നീതി ഈ രാജ്യം നടപ്പിലാക്കുന്നില്ല. നിങ്ങൾ ഓരോന്നും രാഷ്ട്രീയ നീതി നോക്കുക, സാമ്പത്തിക നീതി നോക്കുക, വിദ്യാഭ്യാസ നീതി നോക്കുക. ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് വേണ്ടി വാദിക്കാൻ പറയാൻ രാഷ്ട്രീയ അധികാരം ഉള്ളവർ എത്ര പേരുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി പറയാൻ, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പറയാൻ എത്ര പേരാണ് അവർ സൃഷ്ടിച്ചകത്ത് വെച്ചിരിക്കുന്നത്? മാവോയിസം എവിടെ വരുന്നു എന്ന് പറയുന്നത്, പത്രത്തിൽ വെറുതെ എവിടെ വന്നു, എങ്ങനെ വരാതിരിക്കും? അവരെ കുറ്റപ്പെടുന്ന കാര്യമുണ്ട്. ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള സൗകര്യം കിട്ടാതെ വരുമ്പോൾ മാവോയിസവും നക്സലും ഒക്കെ ഈ രാജ്യത്ത് വരും. അവനും ഇറങ്ങണം, അവനും പട്ടിണിയില്ലാതെ ജീവിക്കണം. നിങ്ങൾ മലപ്രദേശത്ത് നടക്കുന്നതല്ല, പത്രത്തിൽ കാണില്ല ഓരോന്നും ജീവിച്ചിട്ട് കുട്ടികൾ വരെ മരിക്കുന്നത്. വയനാട് പ്രദേശങ്ങളില്ല, അവരും മനുഷ്യരല്ലേ. അവർ നമുക്ക് ഒരു രീതിയും മറ്റുള്ളവർക്ക് വേറെ രീതി. ഇതെല്ലാം വരുമ്പോൾ ആളുകളുടെ ജാതി ചിന്ത ഉണ്ടാകും. പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജാതി സംഘടനയുടെ നേതാവ്. മനുഷ്യൻ എന്തുകൊണ്ട് ജാതി പറയുന്നു, അതിന്റെ പേരിൽ സംഘടിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇത്. രാഷ്ട്രീയം പരാജയപ്പെടുന്നിടത്ത് അരാഷ്ട്രീയവും വർഗീയതയും തീവ്രവാദവും തലപൊക്കുന്നു. ഇത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ആത്മീയതയിലൂന്നിയ ഭൗതിക ജീവിതം കെട്ടിപ്പടുക്കണം എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശം. ഇവിടെ വെള്ളാപ്പള്ളി ഒരൽപ്പം വ്യത്യസ്തനാവുകയാണ്. ഇവരെല്ലാം പറയുമ്പോൾ എനിക്കെന്തേ പറയാനുള്ളത്, ആത്മീയതയുടെ അടിത്തറയിൽ നിന്ന് വേണം ഭൗതികമായി വളരാൻ. ഒരു സംശയം വേണ്ട. ഈ ആത്മാവിന്റെ താഴെ ഒരു ആമാശയമുണ്ട്. ഈ ആമാശയത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ഈ ആത്മീയതയ്ക്ക് എന്ത് പ്രസക്തി? എങ്ങനെ സാമൂഹ്യനീതി പരിഷ്കൃത സമൂഹത്തിൽ വിവേചനപരമാകുന്നു? വിശപ്പിൽ തുടങ്ങി വലിയ വലിയ നേട്ടങ്ങളിലേക്കാണ് ജാതി സംഘടനകളുടെ പ്രയാണം. പരാതികൾ ഒരു കാലത്തും തീരുകയുമില്ല. സംഘടിച്ച് ശക്തരാൻ പറഞ്ഞാൽ നമ്മൾ ശക്തരാകുമോ? സംഘടിക്കുമോ? പലരുടെയും ചാക്കിക്കറ്റി കിടത്തിരിക്കുന്നു. SNDP വല്ലതും പറഞ്ഞാൽ ജാതിയാണ്. അത് ജാതി സംഘടന, അവൻ ജാതിക്കാരൻ. ഇവിടെ മുസ്ലിം പറഞ്ഞാൽ ജാതിയില്ല, ക്രിസ്ത്യാനി പറഞ്ഞാൽ ജാതിയില്ല, നായര് പറഞ്ഞാൽ ജാതിയില്ല, ഈഴവൻ പറഞ്ഞാൽ മാത്രം ജാതിയാണ്.
ജാതി ചോദിക്കരുത്, പറയരുത്. പക്ഷെ ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെ? വെള്ളാപ്പള്ളിയെ കുറ്റം പറയാനാവുമോ? വിശപ്പാണ് മനുഷ്യന്റെ ആദ്യത്തെ പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ കാര്യങ്ങളായി. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാവണം. അതിന് രാഷ്ട്രീയം അടിത്തറയാവണം. ഇല്ലെങ്കിലോ? ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാതി വിവേചനമില്ലാതാകണം. ജാതി വിവേചനമില്ലാതെ ഈ രാജ്യത്തെ എല്ലാ സമൂഹത്തിനും ജനസംഖ്യ ആനുപാതികമായ നീതി കൊടുക്കാൻ സാധിക്കണം. ആ നീതി കൊടുക്കാതിരിക്കുമ്പോഴാണ് താമസിക്കാൻ സൗകര്യമില്ലായ്മ, പട്ടിണി, ദുരിതം, മരുന്നില്ലായ്മ, എല്ലാ ദുരിതത്തിന്റെ ആരൂപങ്ങളായ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ നക്സലാകും, മാവോയിസ്റ്റാകും, അവർ പലതും എടുക്കുന്നവരും അധികാരത്തിന്റെ അകത്തലത്തിലുള്ള ജംഗോലിൽ നിൽക്കുന്ന സംഘടിത പത്രശക്തികൾ അവർ കുറെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ കാലം അവരെ തൂത്തെറിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് ഇവിടുത്തെ മനസ്സിലാക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികളും മതശക്തികളും തയ്യാറാകേണ്ട കാലങ്ങൾ എത്രയോ കഴിയും. ജനാധിപത്യത്തിന് അടിത്തറയാകേണ്ടുന്ന രാഷ്ട്രീയം ജനത്തിന്റെ മനസ്സിൽ വില്ലനാകുന്നത് എങ്ങനെ? കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് KM മാണിയെ കുറിച്ചാണ്. മാണി അഴിമതി നടത്തിയോ കോഴ വാങ്ങിയോ? ഇക്കാര്യങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് എം എന്ത് നിലപാടെടുക്കുന്നു, എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജനം കോഴക്കാര്യം വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ പ്രായത്തിൽ ഇത്രയും നാളില്ലാത്ത വെല്ലുവിളിയുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് ചോദിക്കുന്നു? അദ്ദേഹത്തിന് ആരുടെയും കോഴയും വേണ്ട, കോടിയും വേണ്ട. അദ്ദേഹം അതൊന്നും സ്വീകരിക്കാറില്ല. അറിയുന്നവർക്ക് അറിയാം. എല്ലാവരും നമ്മൾ ഒരുമയോടുകൂടി നിന്ന് അതിനുവേണ്ടി പോരാടണം. ഇത്രയേറെ മനോദുഃഖത്തോടുകൂടി കേട്ട ഒരു ശബ്ദം എന്താണ്? കേരളത്തിൽ KM മാണി സാർ കൈക്കൂലി വാങ്ങുമെന്നോ അദ്ദേഹം അഴിമതിക്കാരനെന്നോ പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളുവാൻ കേരളത്തിൽ ഒരു വ്യക്തിക്കും കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരാൾക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി വരെ ആകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ KM മാണി സാർ. അതുകൊണ്ട് നിശ്ചയമായി ആ മാണി സാറിന്റെ വ്യക്തിത്വം നശിപ്പിക്കുവാനും ആ ഒരു ഇമേജ് തകർക്കുവാനും വേണ്ടിയുള്ള അദ്ദേഹത്തെ എടുത്തിട്ടു. ഇപ്പം പുറകാല മന്ത്രിമാരെല്ലാം വരുന്നു. ഇത് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയാണ്. മാണി വിഷയത്തിൽ ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ഒരിക്കലും കഴിയില്ല. ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കും കഴിയില്ല. കാരണം പാപം ചെയ്യാത്തവർ കല്ലെറിയണം എന്നാണ് വൈപ്പ്. BJPക്കാണെങ്കിൽ ഇക്കാര്യത്തിലൊന്നും ഒരു നിലപാടുമില്ല. ഇന്ന് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭാവന മേടിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. അതിന് നേതാക്കൾ സംഭാവന കൈപ്പറ്റുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ പാർലമെന്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മറ്റ് അവരുടെ സമ്മേളനങ്ങളിലെല്ലാം സംഭാവനകൾ സ്വീകരിക്കാറുണ്ട്. അതൊന്നും ആർക്കും വിസ്മരിച്ചിട്ട് കാര്യമില്ല. അത് മദ്യലോബികളാകാം, മറ്റ് വ്യവസായികളാകാം. ഇവരിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾ തന്നെയാണ് മൺമറഞ്ഞു പോയ നേതാക്കന്മാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളത്. അപ്പോൾ KM മാണി ഒരുപക്ഷെ KM മാണി സാറ് പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കോ ഏതെങ്കിലും കാര്യത്തിൽ സംഭാവന സ്വീകരിച്ചുണ്ടാവാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് പിടിച്ചു പറയുന്ന കലയല്ല, സാമ്പത്തിക അവതരണത്തിന്റെ കലയല്ല. അത് പ്രവർത്തിക്കുന്നവന് സമ്പത്ത് നഷ്ടപ്പെടുകയും ജനത്തിന് അതിന്റെ ഫലം കിട്ടുകയും ചെയ്യുന്ന ഒരു കലയാണ്. അതിൽ നിൽക്കുന്നവൻ ജയിലിൽ കിടക്കുകയും ജനം ജയിലിൽ കിടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കലയാണ്. അത് പ്രവർത്തിക്കുന്നവൻ ചോര കൊടുക്കുകയും ജനത്തിന്റെ ചോര സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കലയാണ്. രാഷ്ട്രീയം അങ്ങനെയാണ്. രാഷ്ട്രീയത്തിന്റെ മൂല്യവിദ്യയിൽ കേരളത്തിൽ ഇതുപോലെ തകർന്നുപോയ ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഒരു ബിജു രമേശ് ഇതിന് പിന്നെ ശക്തമായ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന കാലം തെളിയിക്കും. ഈ ഗൂഢാലോചന പുറത്തു വരും. മാണി സാറാണെങ്കിൽ പറയുന്നത് അത് ഏറ്റവും വിചിത്രമായ തന്നെയാണ്. ഒരുപാട് തവണ വന്ന് പറഞ്ഞു ഇവര് പറയുന്നത് ഗൂഢാലോചനയാണെങ്കിൽ പൊന്നപ്പ തെളിയിക്കുകയും ഏത് അന്വേഷണം നടത്തത്. ബാലഭവൻ പറയുന്നു കാശ് ചോദിച്ചു, കാശ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ബോംബെയിലെ ഗൂഢാ നേതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് അതുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും മാത്രമല്ല, മാണിസാർ എന്റെ ബിസിനസ് തകർത്താൽ മാണിസാറിന് പല ബിസിനസ്സും ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ തകർത്ത വരുന്നത് കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്തു വിജിലൻസ് അന്വേഷണം നടത്തണമെന്നോ. UDF അതിനൊട്ടും നടത്തില്ല. അന്ന് എതിരെ കിട്ടിയ ലെറ്റർ ഉടൻ തന്നെ വിജിലൻസ് എൻക്വയറി പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല പറയുന്നത് മാണിസാർ ഉറപ്പുണ്ടാകുന്നു. വിജിലൻസ് മന്ത്രി കേരളത്തിൽ രമേശ് ചെന്നിത്തല മന്ത്രി തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരം കൊടുത്തിട്ട് പറയുന്നത്
സർവറിനോട് വിജിലൻസിനോട് പറയാൻ പറഞ്ഞിട്ട് മന്ത്രി തന്നെ പറയുന്നു ഇതിലൊരു കുഴപ്പമില്ല. പിന്നെ വിജിലൻസിന് കുഴപ്പം കണ്ടെത്താൻ പറ്റും. മാനസാട് കുടുങ്ങിയില്ല, കേരള കുടുങ്ങിയില്ല, കേരളം കുടുങ്ങിയില്ല. വിജിലൻസ് എന്നോട് നടക്കട്ടെ, അന്വേഷണം വരട്ടെ, തെളിവുകാരാകട്ടെ എന്ന് കേരളത്തിലെ ജനങ്ങളെമ്പാട് വിളിച്ചു പറഞ്ഞു. പി സി ജോർജാണെങ്കിൽ പറഞ്ഞത് മാണിസാറിനെ തൊടാൻ സമ്മതിക്കലെന്ന്. മുഖ്യമന്ത്രി പറയുന്നത് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതിയാക്കിക്കൊള്ളാം, പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് എന്തൊരു പറച്ചിലായിരുന്നു. ഒരു മന്ത്രിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് UDF സർക്കാർ നിറവേറ്റിയോ? ഉത്തരം പറയേണ്ടത് ജനങ്ങളോടാണ്. എൻക്വയറി നടത്തി. ആ എൻക്വയറിക്ക് റിപ്പോർട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബിജു രമേശിനെ പത്രക്കാരെ പറഞ്ഞപ്പോഴാകുന്ന അദ്ദേഹം എന്താ പറയുന്നത്, ഈ വെള്ളത്തിൽ നിന്നും കയറിയ മീൻ കിടന്ന് തുറയുന്നത് പോലെ തുറയുന്ന കാഴ്ചയാണ് പറയുന്നത്. ബിജു രമേശ് പറയുന്നതാണ്. ഇവരൊന്നും ചോദിച്ചില്ല, പറഞ്ഞതൊന്നും കേട്ടതുമില്ല. കാരണം രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് കുഴപ്പമില്ലെന്നാണ്, പന്തളത്ത് സാഗരൻ പറയുന്നത് കുഴപ്പമില്ലെന്നാണ്, ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗം കൂടിയിട്ട് പറയുന്നത് ഞങ്ങൾ മാണിസാറിന്റെ പിന്നിൽ പാറമുറ ഉറച്ചു നിൽക്കുമെന്നാണ്. പിന്നെ എന്തിനാ ഈ അന്വേഷണം? നിങ്ങളെല്ലാം പാറമുറ വിഷയമാണ്. പക്ഷെ മനുഷ്യരെ കളിയാക്കരുത്. ജനാധിപത്യം എന്ന പവിത്രമായ സങ്കല്പത്തെ കേരളത്തിൽ വെല്ലുവിളിക്കുക, ഒരു ഭരണകൂടം വെല്ലുവിളിക്കുക. മലയിളകി വന്നാലും കസേരയിൽ കടിച്ചു തൂങ്ങുന്ന ഉമ്മൻചാണ്ടിക്ക് മാണി പുറത്തുനിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന് പറയാനുള്ള യോഗ്യതയില്ല. പക്ഷെ എല്ലാത്തിനും ഒരു നീതിയുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മോഷ്ടിക്കുന്നവനും അധികാരത്തിന്റെ ബലത്തിൽ 1 കോടി കോഴ വാങ്ങുന്നവനും ഒരേ കർമ്മമാണ് ചെയ്യുന്നത്. രാഷ്ട്രീയം മോഷണത്തിന്റെ കലയാണോ എന്ന് ചിന്തിക്കണം. തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ KM മാണി സൂര്യനെ പോലെ ശോഭിക്കട്ടെ. പക്ഷേ നിരപരാധിത്വം തെളിയിക്കാൻ കൃത്യമായ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത അന്വേഷണം ആവശ്യമുണ്ട്. ആത്മശുദ്ധി വരുത്തുമ്പോൾ മനസാക്ഷിക്ക് മുന്നിൽ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ അത് വേണം. രാഷ്ട്രീയക്കാർക്ക് മനസാക്ഷിയുണ്ടെങ്കിൽ 5 കോടി രൂപ ആവശ്യപ്പെട്ട് 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു എന്നാണ് ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ള മന്ത്രിമാർക്കെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്തിയതായിട്ടും കേൾക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് ആരാണ് ശുദ്ധിയുള്ളവർ, ആരുടെ കൈയാണ്, ആ കരങ്ങളാണ് ശുദ്ധിയുള്ളത് എന്ന് മനസ്സിലാക്കുന്ന കാലം അതിവിദൂരമല്ല. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ മന്ത്രിമാരുടെ എല്ലാം ഇതിന്റെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയൂ. രാഷ്ട്രീയമായിട്ടുള്ള മറ്റു ഗൂഢാലോചനകളും ഇതിന് പിന്നിലുണ്ട്. ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, UDF-കാർ പറയുന്ന ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കുക. ആ സമയം മാണി മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുക. മാണി തെറ്റ് ചെയ്തിട്ടില്ല എന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ പതിത്തോടെ തിരിച്ചു വരിക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടിയിറങ്ങി വിടപെടുക. പ്രിയങ്കരനായ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ KM മാണി സാറ് ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്ന് കാലം തെളിയിക്കും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യവാചകം ഓർത്തുകൊണ്ട് ഏറെ രാഷ്ട്രീയവും ജീവിതവുമായി ഇത്തവണയും ആഴ്ചവട്ടം അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.